നമസ്കാരം. ഭാരതത്തിന്റെ ശ്രേഷ്ഠമായ ഹിന്ദു വിശ്വാസങ്ങളും ചരിത്രവും പൈതൃകവും തേടിയും അറിവുകൾ പങ്കുവച്ചും നമ്മളൊരു പരമ്പര ആരംഭിക്കുകയാണ്. ഹിന്ദുവിശ്വാസം എത്ര മഹത്തായതും ശ്രേഷ്ഠവുമാണെന്ന് അടുത്തറിയാനുള്ള ശ്രമമാണ് ഇനിയുള്ള വീഡിയോകൾ. ഇതിലാദ്യമായി നമുക്കിന്ന് മഹാഭാരതത്തെക്കുറിച്ച് സംസാരിക്കാം. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസകൃതികളിലൊന്നാണ് മഹാഭാരതം. മഹാഭാരതത്തിലെ ആദ്യ ശ്ലോകം ഓം നാരായണനെയും പുരുഷന്മാരിൽ അത്യുന്നതനായ നരനെയും സരസ്വതീദേവിയെയും വണങ്ങി ജയ എന്ന വാക്കുച്ചരിക്കണം എന്ന് വ്യാസൻ പ്രാർത്ഥനയോടെ തുടങ്ങുന്നു. ഈ മംഗളശ്ലോകം മിക്ക പുരാണങ്ങളുടെയും ആരംഭത്തിൽ ദർശിക്കാം. ഭാരതീയ വിശ്വാസമനുസരിച്ച് ആകെയുള്ള 2 ഇതിഹാസങ്ങളിൽ ഒന്നാണിത്. മറ്റൊന്ന് രാമായണമാണ്. മഹാഭാരതം ഇതിഹാസവും രാമായണം ആഖ്യാനവും എന്നൊരു വേർതിരിവും വേദകാലത്ത് നിലനിന്നിരുന്നു. വേദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധാരണ ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട കാവ്യശാഖയാണ് ഇതിഹാസങ്ങൾ എന്ന ശങ്കരാചാര്യരുടെ അഭിപ്രായത്തെ പിന്തുടർന്ന് മഹാഭാരതത്തെ പഞ്ചമവേദം എന്നും വിളിക്കുന്നു. വേദവ്യാസനാണ് ഇതിന്റെ രചയിതാവ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 3801 വർഷം മുൻപാണ് വ്യാസൻ ജീവിച്ചിരുന്നത്. തന്റെ മക്കളുടെയും അവരുടെ മക്കളുടെയും ബന്ധുക്കളുടെയും സ്വത്തുക്കളുടെയും കഥയിൽ കവി മനുഷ്യകഥ കണ്ടുകയും വ്യാസൻ പറഞ്ഞുകൊടുക്കുന്നതനുസരിച്ച് ശ്രീഗണപതി അത് എഴുതി സൂക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അദ്ദേഹം ഒരേ സമയം രചയിതാവും കഥാപാത്രവും സാക്ഷിയുമായി. ഗണപതി എഴുതിയ മഹാഭാരതം ഇതിലും വലുതായിരുന്നു. കാലക്രമത്തിൽ അത് ശോഷിച്ച് ഇന്ന് കാണുന്ന വിധത്തിലായി. ആദിപർവത്തിൽ 236 അധ്യായങ്ങളുള്ളതിൽ ഇന്ന് 225 മാത്രമായി. വേദകാലത്തെ ഒരു പ്രധാന ഋഷികുടുംബാംഗമായ വസിഷ്ഠ മഹർഷിയുടെ പുത്രനായ പരാശരന് ഒരു മുക്കുവസ്ത്രീയിലുണ്ടായ മകനാണ് വ്യാസൻ എന്ന ദ്വൈപായനൻ. അമ്മയെപ്പോലെ തന്നെ കറുത്ത നിറമായതിനാലും ദ്വീപിൽ ജനിച്ചതുകൊണ്ടും കൃഷ്ണദ്വൈപായനൻ എന്ന പേരുമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച അദ്ദേഹം ശ്രീശുകൻ എന്ന മകന് ജന്മവും നൽകിയിട്ടുണ്ട്. ദ്വൈപായനൻ യൗവനകാലത്ത് തന്നെ അവശേഷിച്ചിരുന്ന വേദമന്ത്രങ്ങളെല്ലാം ശേഖരിച്ച് അവയ്ക്ക് രൂപവും ഉച്ചാരണരീതിയും സ്ഥാപിച്ചു. ആ രീതിയിലാണ് അവ ഇന്നും അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സംസ്കാരത്തിന് ആധാരവും ഒരു യുഗഗ്രന്ഥവും അദ്ദേഹം നൽകി. ജനങ്ങൾ അദ്ദേഹത്തെ ആദരപൂർവം വേദവ്യാസൻ എന്ന് വിളിച്ചു തുടങ്ങി. മഹാഭാരതത്തിന്റെ ഈ അധ്യായം നിങ്ങൾക്കിഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളൊരു വലിയ യാത്രയാണ് തുടങ്ങുന്നത്. കൂടെയുണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദനം.